ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. ഞാൻ രാജേശ്വരി വിനോദ്. ഇന്നത്തെ ക്ലാസ്സിലെ മോർണിംഗ് ചലഞ്ചിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കടന്നിയെല്ലാം എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ശിശുവിന്റെ ഘടനാപരവും ശാരീരികവുമായ മാറ്റത്തെ കുറിക്കുന്ന പദം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഘടനാപരവും ശാരീരികവും, അതായത് നമുക്കറിയാം ഒരു നവജാത ശിശുവിന്റെ വളർച്ചയുടെ അല്ലെങ്കിൽ വലിപ്പത്തിന്റെ 1/3 ഭാഗം അവന്റെ തലയാണെന്നാണ് പറയുന്നത്. ആദ്യം തല വളരുന്നു, തല മുതൽ പാദം വരെ എന്നുള്ള രീതിയിലാണ് വളർച്ച, അല്ലെ? അപ്പോ ഒരു ശിശുവിന്റെ ഘടന, അവന്റെ ശരീരത്തിന്റെ ഘടന, അവന്റെ ശാരീരിക വളർച്ച, ഇതൊക്കെ എന്തിനുമായി ബന്ധപ്പെട്ട പദമാണ്? വളർച്ചയുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെ? ഒരു വ്യക്തിയുടെ ഘടനാപരം, ഒരു ശിശുവിന്റെ ഘടനാപരവും ശാരീരികവുമായ മാറ്റം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഘടനയിലും ശരീരത്തും ഉണ്ടാകുന്ന മാറ്റമാണ് വളർച്ച. വളർച്ച എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ കണ്ടിന്യൂസ് പ്രോസസ്, ഒരു അനുസ്യൂത പ്രക്രിയ അല്ല. വളർച്ച എന്ന് പറയുന്നത് ഒരു അനുസ്യൂത പ്രക്രിയ അല്ല. പരിപക്വനത്തോടെ അത് അവസാനിക്കുന്നു എന്നാണ് പറയുന്നത്. പരിപക്വത എത്തുന്നതോടുകൂടി വളർച്ച അവസാനിക്കുകയാണ്. വളർച്ചയുടെ, അതായത് നമുക്ക് ഏകദേശം ഒരു മച്ചുറേഷൻ 21 വയസ്സോടുകൂടി നമ്മുടെ വളർച്ച അവസാനിക്കുകയാണെന്നാണ് പറയുന്നത്. ഓക്കെ, എന്നാൽ ഇതിന്റെ മുമ്പിലുള്ള വികാസം എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അത് നമ്മുടെ ഓർമ്മ വെച്ച കാലം, അതായത് അമ്മയുടെ വയറ്റിൽ അങ്ങനെ പഠിച്ചാൽ മതി. ഫ്രം വൂംബ് അണ്ടിൽ ടു ഡെത്ത്, അമ്മയുടെ ഗർഭപാത്രം മുതൽ മരണം വരെ തുടരുന്ന പ്രക്രിയയാണ് വികാസം അഥവാ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വളർച്ച ശാരീരികവും ഘടനാപരവുമായ മാറ്റത്തെ കുറിക്കുമ്പോൾ വികാസം ശാരീരിക വളർച്ചയോടൊപ്പം നമ്മളിൽ ഉണ്ടാവുന്ന ഗുണപരമായ മാറ്റം. അപ്പൊ വികാസം എന്ന ടേം ഗുണപരമാണ്, എന്നാൽ വളർച്ച എന്ന് പറയുന്നത് ശാരീരികവും ഘടനാപരവും. അത് അങ്ങനെ പഠിച്ചു വയ്ക്കുക. ശാരീരികവും ഘടനാപരവുമായ മാറ്റമാണ് വളർച്ച എന്ന് പറയുന്നത്. വികാസം എന്ന് പറഞ്ഞാൽ ശാരീരിക വളർച്ചയോടൊപ്പം ഉണ്ടാകുന്ന ഗുണപരമായ മാറ്റം എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പം ശിശുവിന്റെ ഘടനാപരവും ശാരീരികവുമായ മാറ്റത്തെ കുറിക്കുന്ന പദമാണ് ഏതെന്ന് പറയുന്നത്? വളർച്ച എന്ന് പറയുന്നത്. വളർച്ച എന്ന് പറയാം. ഓക്കെ, വളർച്ചയോടൊപ്പം പരിസ്ഥിതിയുടെ സ്വാധീനം വഴി വ്യവഹാരത്തിൽ വന്നു ചേരുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്നു. അതായത് നമ്മൾ വളരുകയാണ്, വളർച്ചയോടൊപ്പം നമ്മുടെ പരിസ്ഥിതി, നമ്മുടെ ടീച്ചർമാരാവാം, വിദ്യാലയമാവാം, കുടുംബമാകാം, അമ്മയാവാം, നമ്മുടെ സഹപ്രവർത്തകരാവാം, നമ്മുടെ സമവയ സംഘക്കാരാകാം. അങ്ങനെ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ പരിസ്ഥിതിയുടെ സ്വാധീനം വഴി നമ്മുടെ വ്യവഹാരത്തിൽ, അതായത് നമ്മുടെ ബിഹേവിയറിൽ വന്നു ചേരുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്ന പദമാണ് വികാസം എന്ന് പറയുന്നു. വികാസം, വളർച്ചയോടൊപ്പം ഉണ്ടാകുന്ന ഗുണപരമായ മാറ്റത്തിനെ വികാസം. വളർച്ച ശാരീരികവും ഘടനാപരവുമായ മാറ്റത്തെ അവിടെ എഴുതി വയ്ക്കുക. വളർച്ച എന്ന് പറയുന്നത് ശാരീരികവും ഘടനാപരവുമായ മാറ്റമാണെങ്കിൽ വികാസം എന്ന് പറയുന്നത് ശാരീരിക വളർച്ചയോടൊപ്പം ഉണ്ടാകുന്ന ഗുണപരമായ മാറ്റം. ശാരീരിക വളർച്ചയോടൊപ്പം ഉണ്ടാകുന്ന ഗുണപരമായ മാറ്റത്തിനെയാണ് വികാസം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 3. ഗ്രിഗർ മെന്റലിന്റെ പാരമ്പര്യ നിയമങ്ങളിൽ ഏറ്റവും അംഗീകരിക്കപ്പെട്ട പാരമ്പര്യ നിയമം ഏതാണ്? അപ്പൊ പാരമ്പര്യം എന്ന് വെച്ചാൽ എന്താണ്? പിതാമഹന്മാരിൽ നിന്നും, വംശത്തിൽ നിന്നും, മാതാപിതാക്കളിൽ നിന്നും ആർജിച്ചെടുത്ത എല്ലാ ശാരീരിക സവിശേഷതകളെയും ധർമ്മങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് പാരമ്പര്യം എന്ന് പറയുന്നത്. എന്താണ് പാരമ്പര്യം? ഡഗ്ലസ് ആൻഡ് ഹോളണ്ട് എന്ന് പറയുന്ന 2 മനഃശാസ്ത്രജ്ഞർ നൽകിയിരിക്കുന്ന നിർവചനമാണ് പിതാമഹന്മാരിൽ നിന്നും, വംശത്തിൽ നിന്നും, മാതാപിതാക്കളിൽ നിന്നും ആർജിച്ചെടുത്ത എല്ലാ ശാരീരിക സവിശേഷതകളെയും ധർമ്മങ്ങളെയും ഉൾക്കൊള്ളുന്ന പദമാണ് ഏത്? പാരമ്പര്യം എന്ന് പറയുന്നത്. ഗ്രിഗർ മെന്റൽ 3 പാരമ്പര്യ നിയമങ്ങൾ, പാരമ്പര്യത്തെക്കുറിച്ച് പഠനം നടത്തിയ വ്യക്തിയാണ് ഗ്രിഗർ മെന്റൽ. അദ്ദേഹം പാരമ്പര്യത്തെക്കുറിച്ച് 3 നിയമങ്ങൾ ആവിഷ്കരിച്ചു. 1, സമാനമായവയെ ജനിപ്പിക്കുന്നു. ഒന്നാമത്തെ നിയമമാണ് സമാനമായവയെ ജനിപ്പിക്കുന്നു. 2, വിചലന നിയമം.
3 പ്രത്യാവർത്തന നിയമം. സമാനമായവയെ ജനിപ്പിക്കുന്നു. 2 വിചലന നിയമം, 3 പ്രത്യാവർത്തന നിയമം. ഈ 3 നിയമങ്ങളാണ് ഗ്രിഗർ മെന്റലിന്റെ പാരമ്പര്യ നിയമങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഇതിൽ ഏറ്റവും അധികം പ്രചാരം ലഭിച്ച അല്ലെ ഏറ്റവും അധികം അംഗീകാരം ലഭിച്ച നിയമം ഏതാണെന്ന് ചോദിച്ചാൽ ഏതെന്ന് പറയാം? ഈ പ്രത്യാവർത്തന നിയമമാണ് എന്ന് പറയാം. പ്രത്യാവർത്തന നിയമമാണ് ഏറ്റവും അധികം പ്രചാരം ലഭിച്ച അല്ലെ ഏറ്റവും അധികം അംഗീകാരം ലഭിച്ച നിയമമാണ് പ്രത്യാവർത്തന നിയമം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഒരു വ്യക്തിയുടെ വികാസ പരിണാമങ്ങളെ സ്വാധീനിക്കുന്ന 2 പ്രധാന ഘടകങ്ങൾ. വികാസത്തിന്റെ പരിണാമങ്ങൾ, ഒരു വ്യക്തിയുടെ വികാസ പരിണാമങ്ങളെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട 2 ഘടകങ്ങളിൽ ഒന്നാമത്തേതാണ് നമ്മുടെ പാരമ്പര്യം. നമ്മുടെ വികസനത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് പാരമ്പര്യം. രണ്ടാമത്തെ ഘടകമാണ് നമ്മുടെ എൻവയോൺമെന്റ്. ഓക്കെ, അതായത് ജന്മനാൽ ലഭിക്കുന്നത് എന്തോ പാരമ്പര്യം, പരിസ്ഥിതി എന്നാൽ ജന്മനാൽ ലഭിക്കാത്തതാണ് നമ്മുടെ പരിസ്ഥിതി എന്ന് പറയുന്നത്. ജന്മനാൽ നമുക്ക് ലഭിക്കാത്തതെല്ലാം നമ്മുടെ പാരിസ്ഥിതിക ഘടകങ്ങളാണെന്ന് പറയാം. ഓക്കെ, ജന്മനാൽ നമ്മളിൽ വരാത്ത പല കാര്യങ്ങളും നമ്മുടെ പാരിസ്ഥിതിക ഘടകങ്ങളാണെന്ന് പറയുന്നു. വികാസ പരിണാമങ്ങളെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട 2 വസ്തുതകളാണ് പാരമ്പര്യവും പരിസ്ഥിതിയും എന്ന് പറയുന്നത്. പഠിച്ചു വയ്ക്കുക. അടുത്തത്, ഒരു വ്യക്തിയുടെ വികാസത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. 2 ഘടകങ്ങളല്ല കേട്ടോ, പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഒരു വ്യക്തിയുടെ വികാസത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ 1 പാരമ്പര്യം. പാരമ്പര്യം, ഇത് പ്രത്യേകം പഠിക്കണം കേട്ടോ മക്കളെ. 2 പരിസ്ഥിതി, വികാസത്തെ സ്വാധീനിക്കുന്ന പരിസ്ഥിതി. 3 പഠനം. 4 പരിപക്വത, മെച്യൂരിറ്റി. ഓക്കെ, അപ്പൊ 4 പായാണ്. 1 പാരമ്പര്യം, 2 പരിസ്ഥിതി, 3 പഠനം, 4 പരിപക്വത. അപ്പൊ വികസനത്തെ സ്വാധീനിക്കുന്ന 4 പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതെല്ലാം? ഒരു വ്യക്തിയുടെ വികാസത്തെ സ്വാധീനിക്കുന്ന 4 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് പാരമ്പര്യം, പരിസ്ഥിതി, പഠനം, പരിപക്വത. ഏതൊക്കെയാണ്? പാരമ്പര്യം, പരിസ്ഥിതി, പഠനം, പരിപക്വത എന്ന് പറയുന്നത്. അടുത്തതാണ്, പിതൃക്കളിൽ നിന്നും നേടുന്ന ശാരീരികവും മാനസികവുമായ എല്ലാ സവിശേഷതകളുടെയും ആകത്തുക. അതായത് നമ്മുടെ പിതാമഹന്മാരിൽ നിന്നും നേടുന്ന ശാരീരികവും മാനസികവുമായ എല്ലാ സവിശേഷതകളുടെയും ആകത്തുകയ്ക്ക് പറയുന്ന പേരാണ് പാരമ്പര്യം. ഞാൻ പറഞ്ഞല്ലോ, ജന്മനാൽ നമുക്ക് ലഭിക്കുന്നതെല്ലാം നമ്മുടെ എന്താണ്? പാരമ്പര്യം. ജന്മനാൽ നമുക്ക് ലഭിക്കുന്നതെല്ലാം നമ്മുടെ പാരമ്പര്യം എന്ന് പറയാം. പിതൃക്കളിൽ നിന്നും നേടുന്ന ശാരീരികവും മാനസികവുമായ എല്ലാ സവിശേഷതകളും നമ്മുടെ പാരമ്പര്യത്തിൽ പെടുന്നതാണ് എന്ന് കാണാം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കുട്ടിയുടെ ജീവിതത്തിന്റെ ആദ്യത്തെ വർഷം അറിയപ്പെടുന്നത്, അതായത് ഒരു കുട്ടിയുടെ ജീവിത വർഷം ആരംഭിക്കുന്നത് ശരിക്കും ജനനത്തിന് ശേഷമാണ് അല്ലെ. അപ്പൊ ജനിക്കുമ്പോൾ മുതൽ ആദ്യത്തെ 3 വർഷം അറിയപ്പെടുന്ന പേര് ശൈശവം എന്നാണ്. ഒരു കുട്ടിയുടെ ജീവിതത്തിന്റെ ആദ്യ വർഷം ശൈശവം അഥവാ ഇൻഫാൻസി എന്നാണ്. ഇൻഫാൻസി എന്നാണ് അറിയപ്പെടുക. ഒരു കുട്ടിയുടെ ജീവിതത്തിന്റെ ആദ്യത്തെ 3 വർഷം എന്നറിയപ്പെടുന്നത് ശൈശവം അഥവാ ഇൻഫാൻസി എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൽ ആദ്യത്തെ 2 ആഴ്ച എന്ന് പറയുന്നത് നവജാത ശിശുവിന്റെ ജീവിതഘട്ടം എന്നും 2 ആഴ്ച മുതൽ 3 മാസം വരെ എന്താണ് ബേബിഹുഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. ആദ്യകാല ബാല്യം അറിയപ്പെടുന്ന പേര് എന്ത്? ആദ്യകാല ബാല്യം അറിയപ്പെടുന്ന പേര് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. വിദ്യാലയ പൂർവഘട്ടം എന്നറിയപ്പെടുന്നത്, സംഘബന്ധ പൂർവകാലം എന്നാണ് അറിയപ്പെടുന്നത്, പ്രശ്നകാലഘട്ടം എന്നാണ് വിളിക്കുന്നത്. അപ്പൊ പല പേരുകളിൽ അറിയപ്പെടുന്ന ആദ്യകാല ബാല്യം എന്ന് പറയുന്നത് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് സംഘബന്ധ പൂർവകാലം. വിദ്യാലയ പൂർവഘട്ടം, കളിപ്പാട്ടങ്ങളുടെ കാലം, പ്രശ്നകാലഘട്ടം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നതാണ് ഏത്? ആദ്യകാല ബാല്യം എന്ന് പറയുന്നത്. സംഘബന്ധ പൂർവകാലം, വിദ്യാലയ പൂർവഘട്ടം, കളിപ്പാട്ടങ്ങളുടെ കാലം, പ്രശ്നകാലഘട്ടം എന്നീ പേരുകളെ വിളിക്കുന്നതാണ് ആദ്യകാല ബാല്യം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യകാല ബാല്യത്തിലെ സാമൂഹിക വ്യവഹാര മേഖല
ആദ്യകാല ബാല്യം 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയാണ്. ആ ഒരു കാലഘട്ടത്തിലെ സാമൂഹിക വ്യവഹാര മേഖല എന്ന് പറയുന്നത് കുടുംബമാണ്. ഏറ്റവും അടുത്ത കൂട്ടുകാരി ആരാണ്? ഏറ്റവും അടുത്ത കൂട്ടെന്ന് പറയുന്നത് അമ്മയുമായിട്ടാണ്. ഓക്കെ, അപ്പൊ ആദ്യകാല ബാല്യത്തിലെ 3 മുതൽ 6 വയസ്സ് വരെ നമ്മുടെ വ്യവഹാര മേഖല കുടുംബം. ആദ്യത്തെ സമൂഹം എന്നറിയപ്പെടുന്നത് കുടുംബം. ആദ്യത്തെ പരിസ്ഥിതി എന്നറിയപ്പെടുന്നതും കുടുംബം തന്നെയാണെന്ന് പഠിച്ചു വയ്ക്കുക. പിൽക്കാല ബാല്യത്തെ മനഃശാസ്ത്രജ്ഞർ വിളിക്കുന്ന പേര്. പിൽക്കാല ബാല്യത്തെ മനഃശാസ്ത്രജ്ഞർ വിളിക്കുന്ന പേരാണ് സംഘബന്ധത്തിന്റെ കാലഘട്ടം. സംഘബന്ധ കാലഘട്ടം. പിൽക്കാല ബാല്യത്തെ മനഃശാസ്ത്രജ്ഞർ വിളിക്കുന്ന പേരാണ് സംഘബന്ധ കാലഘട്ടം എന്നാണ് വിളിക്കുക. പിൽക്കാല ബാല്യത്തെ മനഃശാസ്ത്രജ്ഞർ വിളിക്കുന്ന പേരാണ് സംഘബന്ധ കാലം എന്നാണ് വിശേഷിപ്പിക്കുക. ഓക്കെ, സംഘബന്ധ കാലഘട്ടം എന്നാണ് വിളിപ്പിക്കുക. ആ ഒരു സംഘബന്ധങ്ങളുടെ കാലം എന്നുള്ള അർത്ഥത്തിലാണ് വിളിക്കുക. നമുക്കൊന്നുകൂടെ നോക്കാം. ശിശുവിന്റെ ഘടനാപരവും ശാരീരികവുമായ മാറ്റത്തെ കുറിക്കുന്ന പദമാണ് വളർച്ച എന്ന് പറയുന്നു. വളർച്ചയോടൊപ്പം പരിസ്ഥിതിയുടെ സ്വാധീനം വഴി വ്യവഹാരത്തിൽ വന്നു ചേരുന്ന മാറ്റങ്ങളെയാണ് വികാസം എന്ന് പറയുന്നത്. ഗ്രിഗർ മെന്റലിന്റെ പാരമ്പര്യ നിയമങ്ങളിൽ ഏറ്റവും അംഗീകരിക്കപ്പെട്ടത് പ്രത്യാവർത്തന നിയമമാണ്. ഒരു വ്യക്തിയുടെ വികാസ പരിണാമങ്ങളെ സ്വാധീനിക്കുന്ന സുപ്രധാനമാണ് പാരമ്പര്യവും പരിസ്ഥിതിയും എന്ന് പറയുന്നത്. വികാസത്തെ സ്വാധീനിക്കുന്ന 4 പ്രധാന ഘടകങ്ങളാണ് പാരമ്പര്യം, പരിസ്ഥിതി, പഠനം, പരിപക്വത എന്ന് പറയുന്നത്. പിതൃകളിൽ നിന്ന് നേടുന്ന ശാരീരികവും മാനസികവുമായ എല്ലാ സവിശേഷതകളെയും പാരമ്പര്യം എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. ഒരു കുട്ടിയുടെ ജീവിതത്തിന്റെ ആദ്യത്തെ ഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ ശൈശവമാണ്. 0 മുതൽ 3 വയസ്സ്, അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വരുന്ന ആ സമയം മുതൽ ആദ്യത്തെ 3 വർഷമാണ് ശൈശവം എന്നറിയപ്പെടുന്നത്. ആദ്യകാല ബാല്യം അറിയപ്പെടുന്ന പേര് കളിപ്പാട്ടങ്ങളുടെ കാലം, സംഘബന്ധ പൂർവ്വകാലം, വിദ്യാലയ പൂർവ്വഘട്ടം, പ്രശ്നകാലഘട്ടം എന്ന പേരിലാണ് ആദ്യകാല ബാല്യം അറിയപ്പെടുന്ന പേരെന്ന് പറയുന്നത്. ആദ്യകാല ബാല്യത്തിലെ സാമൂഹിക വ്യവഹാര മേഖല ഏതാണെന്ന് ചോദിച്ചാൽ കുടുംബമാണെന്ന് പറയാം. പിൽക്കാല ബാല്യത്തെ മനഃശാസ്ത്രജ്ഞർ വിളിക്കുന്ന പേരാണ് സംഘബന്ധങ്ങളുടെ കാലം എന്നാണ് വിശേഷിപ്പിക്കുക. എഴുതി വെച്ച് പഠിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ഇടുക. റിവിഷൻ ഉണ്ട്, റിവിഷൻ്റെതായ രീതിയിൽ പ്രോപ്പറായി തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ വരുന്ന LP UPക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് മേടിക്കാനായിട്ട് സാധിക്കും. എല്ലാ വിഷയങ്ങളും പതിയെ കൊണ്ടുവരാം. എന്നാൽ ഇപ്പം കുറച്ച് ടൈറ്റ് ആയിട്ടുള്ളത് കൊണ്ടാണ് സൈക്കോളജി മാത്രമായിട്ട് പോകുന്നത്. ബാക്കി എല്ലാ വിഷയങ്ങളുടെയും ഡിസ്കഷനുമായിട്ട് ഉടനെ എത്താം. ഓക്കെ ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച്.